ഇന്നത്തെ ഈ ലോക സാഹചര്യത്തിൽ വിശ്വാസിയായ ഒരു യുവാവിന് അവരുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ള ഒരു സാങ്കല്പിക രീതിയിൽ വാക്കുകളും യുവതികളും ചേർന്ന് അവതരിപ്പിക്കാൻ ശ്രമിച്ചു. ഒരു ശനിയാഴ്ച രാത്രി രാജു നീ എവിടെയായിരുന്നു രാജു? ഇതുവരെ പ്രാർത്ഥനയ്ക്കെങ്കിലും കുറച്ച് നേരത്തെ എത്തിക്കൂടെ? ഞാനിവിടെ അടുത്തുണ്ടായിരുന്നു. ഏത് നേരം മൊബൈലിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കാതെ കുറച്ചു നേരം ബൈബിള് വായിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ നിനക്ക് സമയം കണ്ടെത്തിക്കൂടെ? നാളെ ചർച്ചിൽ പോകേണ്ടതല്ലേ? നിനക്കത് ഓർമ്മയില്ലേ? രാജു, മോനെ നീ എപ്പോഴാ വന്നത്? ഞാൻ കുറച്ചു നേരമായി. അമ്മ എനിക്ക് നാളെ ഒരു സ്ഥലം വരെ പോകാനുണ്ട്. എനിക്കൊരു ട്രിപ്പ് പോകണം. ഞാൻ എന്തായാലും പോകും. എവിടേക്ക് നീ പോകുന്നില്ല? നാളെ ഞായറാഴ്ചയല്ലേ, നമുക്ക് ആരാധനയ്ക്ക് പോണ്ടേ? അതൊന്നും പറഞ്ഞിട്ട് കാരണം ഞാൻ അവർക്ക് വാക്ക് കൊടുത്താണ്. ഇനിയിപ്പോൾ എനിക്ക് പോയേ പറ്റത്തുള്ളൂ. നാളെ ഞായറാഴ്ചയാണെന്ന് നിനക്കറിയാലോ. അതിലും പ്രധാനപ്പെട്ട എന്ത് കാര്യമാണ് നിനക്ക് മോനെ നാളെ പോകാനുള്ളത്? പപ്പ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഞാൻ അവർക്ക് വാക്ക് കൊടുത്താണ്. എനിക്ക് പോണം എന്ന് പറഞ്ഞെങ്കിൽ രാജു, അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. എനിക്ക് വിഷമായി കാണും. ഒരു കഷ്ടമാണ് ദൈവമേ. വേണ്ട, ആരാധന ദിവസമാണ്. എല്ലാ ദിവസവും ജോലിയും അതിന്റെ സ്ട്രെസ്സും, ഒരു അവധി ദിവസം ഒരു റിലാക്സ് ഒക്കെ വേണ്ടേ? അവരൊക്കെ ഓൾഡ് ജനറേഷൻ ആണ്. നീയോ? അതും ശരിയാ, പക്ഷേ നീ ചെന്നില്ലെങ്കിൽ നിന്റെ കൂട്ടുകാരെന്ന് വിചാരിക്കും. ഇപ്പോഴും നിന്നെ കളിയാക്കുന്നത് എന്താ? നിനക്ക് തോന്നിയിട്ടില്ലേ അവർ നിന്നെ ഒറ്റപ്പെടുത്തുന്നുണ്ടെന്ന്? ഉണ്ട്. നാളെ നേരത്തെ പോകാൻ നോക്ക്. എന്നാലും ആരാധന മുടക്കി പോകണം. വേണ്ട, ഞാൻ ആരാധനയ്ക്ക് പോകും. രാജു, ശരിയാണ്, നീ ആരാധനയ്ക്ക് പോകണം കേട്ടോ. അതെ, അതാണ് ശരി. ഞാൻ ട്രിപ്പിന് പോകുന്നില്ല. ട്രിപ്പൊക്കെ എല്ലാ ആഴ്ചയിലും ഇല്ലല്ലോ. ആരാധന എല്ലാ ആഴ്ചയിലും ഉള്ളതല്ലേ. അടുത്ത ആഴ്ച പോയാലും കുഴപ്പമില്ല. ഒരാഴ്ച മുടങ്ങിയെന്ന് വിചാരിച്ച് എന്താ കുഴപ്പം? ഈ ലോകം ദൈവം നമുക്ക് സൃഷ്ടിച്ചു തന്നിരിക്കുന്നത് ഈ ലോകത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പോയി കാണാനും കേൾക്കാനൊക്കെ ഉള്ളതല്ലേ. അതെ, അതൊക്കെ ശരിയാണ്. പക്ഷെ ഞാൻ ദൈവമകനാണ്. ദൈവത്തിന് ഇഷ്ടമല്ലാത്തതൊന്നും ഞാൻ ചെയ്യില്ല. രാജു, നീ നല്ലവനാണ്, ദൈവമകനാണ്. എന്താ നിനക്ക് ഇത്ര സംശയം? നിനക്ക് നല്ല മനസ്സുണ്ട്, നീ നല്ലൊരു ആത്മീയനാണ്. അതെ, ഞാനൊരു ആത്മീയൻ. നീ ആത്മീയനാണോ? നീ ആത്മീയനാണോ?
അവിടെ എന്താ ഉണ്ടായതെന്ന്? അവിടെ എന്തുണ്ടായി? നമ്മുടെ പീറ്റർ അച്ചായൻ ഒച്ചത്തിൽ സംസാരിക്കുന്ന കേട്ടല്ലോ. അത് ചെറിയൊരു തർക്കം. ഓ അത് ശരി. അപ്പോ ആരാധനയ്ക്ക് ഇത്ര ഭക്തിയോടെ ഇരുന്ന് ആരാധിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പം ഇത്ര കോപത്തോടെ സഹോദരന്മാരുമായിട്ട് വഴക്കുണ്ടാക്കിയോ? അതും ശരിയാണ്. പീറ്റർ അച്ചായനാണെങ്കിൽ ഒരു ഞായറാഴ്ച പോലും ആരാധന മുടക്കാറില്ല. പ്രസംഗിക്കും, എല്ലാവരും ഉപദേശിക്കും. നിന്നെ പലപ്പോഴും ഉപദേശിക്കാറില്ലേ? അതെ അതെ. രാജുമോനെ, എല്ലാവരും ഇങ്ങനൊക്കെ തന്നെയാണ്. നീ ഒന്ന് ട്രിപ്പിന് പോയാൽ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഒരു ചാൻസ് കിട്ടിയാൽ പോകാത്ത എത്ര ചെറുപ്പക്കാരുണ്ട് നമ്മുടെ സഭയിൽ. അതുകൊണ്ട് നീ ധൈര്യമായിട്ട് ട്രിപ്പിന് പോകണം. നീയാണ് ആത്മീയൻ. ഓക്കെ, ഞാൻ എന്തായാലും ആത്മീയനാണ്. ഈ ഒരു പ്രാവശ്യം പോവാം. എന്തായാലും നാളെ ഞാൻ ട്രിപ്പിന് പോകും. അത് മതി. ഇന്ന് രാത്രി നമുക്ക് പിന്നെ വേറൊരു പരിപാടിയാണ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനും പോവാം. എന്താ പരിപാടി? പോണ്ടേ? എങ്ങനെ ഇരുന്നാ മതിയാ? ഇപ്പൊക്കെ പോണ്ടേ? എല്ലാം പ്ലാൻ ചെയ്തിട്ട് പോയേക്കാം. ഇനി കുറച്ച് സമയമുണ്ട്. നമുക്ക് രാത്രിത്തെ പരിപാടിക്ക് മുന്നേ വേറൊരു പരിപാടി ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പോയാലോ? പോവാം, പോയേക്കാം. ശരി എന്നാ. ഓക്കെ. ആരാധനയ്ക്ക് പോകാത്തതിൻ്റെ വിഷമവും സുഹൃത്തുക്കളുമൊത്ത് സ്വയം ചിലവഴിച്ചതിൻ്റെ ദുഃഖത്താലും പിന്നീട് രാജു അടുത്ത ശനിയാഴ്ചയിലെ രാത്രി ഭവനത്തിൽ. സോഫി പ്രാർത്ഥിക്കാൻ വരും. രാജു വാ പ്രാർത്ഥിക്കാം. പാട്ട് പാടിയാലോ? തെറ്റുകുറ്റങ്ങളെന്നിൽ വന്നതളവറ്റ നിന്റെ കൃപയാ. തെറ്റുകുറ്റങ്ങളെന്നിൽ വന്നതളവറ്റ നിന്റെ കൃപയാ. മുറ്റും ക്ഷമിക്കണമേ അടിയാനെയുറ്റു സ്നേഹിപ്പവനേ. മുറ്റും ക്ഷമിക്കണമേ അടിയാനെ
യഹോവേ, ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. കർത്താവെ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. നിന്റെ ചെവി എൻ്റെ യാചനകൾക്ക് ശ്രദ്ധിച്ചിരിക്കണം. യഹോവേ, നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവെ ആർ നിലനിൽക്കും? എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ വിമോചനമുണ്ട്. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ലവനായ കർത്താവെ, ഇന്നലെ രാത്രിക്കാണ് സ്തോത്രം. വീണ്ടും ഞങ്ങൾക്ക് കുടുംബമായിട്ട് ദൈവമേ അങ്ങയുടെ സന്നിധിയിൽ ഇരുപ്പാൻ ശ്രമിക്കുകയാണ് സ്തോത്രം. വിശേഷാൽ രാജുവിനും ഞങ്ങളോടൊപ്പം ഈ രാത്രിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് കർത്താവിനെ ആരാധിപ്പാൻ അങ്ങേ മുഖത്തുകൊണ്ടുവന്ന കൃപയ്ക്കാണ് സ്തോത്രം. കർത്താവെ, അവൻ്റെ ഭാവിനെ അനുഗ്രഹിക്കണമേ. അവൻ്റെ ഹൃദയത്തിൽ മനസ്സാന്തരം കൊടുത്ത് പൂർണ്ണമായിട്ടും ദൈവത്തിലേക്ക് തിരിയുവാൻ ദൈവം അവനെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തന്ന നല്ല നിമിഷങ്ങൾക്കാണ് സ്തോത്രം. വീണ്ടും പ്രധാന യേശു കർത്താവിന്റെ വിലയേറെ നാമത്തിൽ തന്നെ. രാജു, നാളെ വേറെ പ്രോഗ്രാം ഒന്നുമില്ലല്ലോ. നാളെ നമുക്ക് ആരാധനയ്ക്ക് പോണം. രാവിലെ നേരത്തെ എഴുന്നേൽക്കണേ. രാജു, നാളെ ആരാധനയ്ക്ക് പോകുന്നില്ലേ? നീ എന്തിനാണ് വിഷമിക്കുന്നത്? കഴിഞ്ഞ ആഴ്ച നടന്നതൊക്കെ ചർച്ചിൽ ആരറിയാനാണ്? Live it, man. എല്ലാ സന്തോഷവും പോയി. ചർച്ചിൽ ചെന്ന് അഭിനയിക്കണം. എല്ലാവരും എങ്ങനെയൊക്കെയാണ്? നിനക്ക് ഓർമ്മയില്ലേ ആ രണ്ട് സഹോദരന്മാരുടെ വഴക്ക്? നീ ചർച്ചിൽ പോയി അവർ ചെയ്യുന്നത് പോലെയൊക്കെ അങ്ങനെ കാണിക്കുക. എനിക്കതിന് കഴിയില്ല. ഞാൻ ദൈവത്തെ ദുഃഖിപ്പിച്ചു. എന്തരുതാന്നതൊക്കെ ചെയ്തു. എന്റെ കർത്താവേ, രാജു, നീ നിന്റെ ജീവിതം കളയരുത്. എല്ലാ ചെറുപ്പക്കാരും ചെയ്യുന്നതേ നീയും ചെയ്തിട്ടുള്ളൂ. ദൈവത്തിനറിയാം എല്ലാവരും ഇങ്ങനെയൊക്കെയാണ്. അല്ല അല്ല, ദൈവം എന്നെ തെരഞ്ഞെടുത്തതാണ്. എനിക്ക് വേണ്ടിയാണ് എന്റെ കർത്താവ് മരിച്ചത്. ഒരു ട്രിപ്പിന് പോയത് ജീവൻ വെടിഞ്ഞു രാജു, നിന്നെ ദൈവം കഴിവിട്ടിരിക്കുന്നു. നിന്റെ തെറ്റുകൾ ദൈവത്തിന് മുമ്പിൽ നിരന്നിരിക്കുകയാണ്. നീ ചർച്ചിൽ പോയാലും നിനക്ക് സ്വസ്ഥത ഉണ്ടാകുകയില്ല. നീ പാപിയാണ്. അതെ, അതെ, ഞാൻ പാപിയാണ്. എന്റെ കർത്താവേ, ഞാൻ അങ്ങയോട് പാപം ചെയ്തു. എന്നോട് ക്ഷമിക്കണേ എന്റെ കർത്താവേ. ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താലൻ കുറ്റം ക്ഷമിച്ചു തന്നു. ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താലൻ കുറ്റം ക്ഷമിച്ചു തന്നു. സന്താപം പോക്കി ശത്രുത നീക്കി സന്തോഷമെന്നിൽ പകർന്നു. സന്താപം പോക്കി ശത്രുത നീക്കി സന്തോഷമെന്നിൽ പകർന്നു. രാജു, രാജു, നീ എൻ്റെ മകനാണ്. ഞാൻ നിന്നിലുണ്ട്. നീ എന്നെ ദുഃഖിപ്പിക്കരുത്. നീ എന്നെ കെടുത്തരുത്. താങ്ക് യു.